ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. നമുക്ക് പല കാര്യങ്ങൾ പറയാം. ഇവിടെയാണ് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ, ഇവിടെയാണ് കൂടുതൽ ബോധവാന്മാരായി തന്നെ ആളുകൾ പരിശോധനയ്ക്ക് പോകുന്നത്, എല്ലാം ശരിയാണ്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാലും ക്യാൻസർ കേരളത്തിൽ കൂടുകയാണ്. അത് പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ അപൂർവമായി മാത്രം കണ്ടുകൊണ്ടിരുന്ന പല ക്യാൻസറുകളും ഇന്ന് സാധാരണയായി കാണുന്ന ക്യാൻസറായിട്ട് മാറുകയാണ്. അത് മാത്രമല്ല, പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഒരു 50 വയസ്സിന് മുകളിൽ കാണുന്ന ഒരു അസുഖം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇന്ന് കുട്ടികളിൽ അതുപോലെ തന്നെ 40% ക്യാൻസറുകളും ചെറുപ്പക്കാരിലുമായിട്ട് വരികയാണ്. അതൊക്കെയാണ് ഏറ്റവും ഭീതി തോന്നുന്നത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ എന്നെ എടുത്ത് കാണിക്കാറുള്ളത് സ്തനാർബുദമാണ്. നമ്മളെന്നും ക്യാൻസർ വന്നാൽ ചികിത്സിക്കാൻ തയ്യാറാണ്. അത് മലയാളിയുടെ സവിശേഷതയുമാണ്. അതായത് മലയാളി മരുന്ന് കഴിക്കാൻ എന്നും തയ്യാറാണ്. പക്ഷേ ജീവിതശൈലി മാറ്റാനോ ക്യാൻസറെ പോലുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമം നമ്മൾ ചെയ്യുന്നില്ല എന്നത് ശരിക്കും സങ്കടത്തോടുകൂടി തന്നെ പറയേണ്ടി വരുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം കേരളത്തിലുണ്ടാകുന്ന ക്യാൻസറുകളിൽ 30% നമുക്ക് തടയാൻ സാധിക്കും 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ. ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ 2 ദുശീലങ്ങളാണ്, പുകയിലയും മദ്യപാനവും. കാരണം ഇവിടെ കാണുന്ന ക്യാൻസറുകളിൽ ഒരു 25-30% വരെയെങ്കിലും പുകയിലയുമായും മദ്യപാനവുമായി ബന്ധപ്പെട്ട ക്യാൻസറുകളാണ്. നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റം നമ്മൾ തിരിച്ചറിഞ്ഞ് തിരികെ പോകണമെന്ന് തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരും. അതിൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ കഴിക്കേണ്ടുന്ന ആഹാരങ്ങൾ ഒരു ഭാഗത്തും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റൊരു ഭാഗത്തും വെച്ചുകൊണ്ട് നമ്മൾ തൂക്കി വെച്ചുകൊണ്ട് രണ്ടും നമുക്ക് പ്രശ്നക്കാരാണല്ലോ എന്ന് തന്നെ തിരിച്ചറിയേണ്ടി വരും. അതിൽ ഏറ്റവും സങ്കടകരമായി തോന്നാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആഹാര സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ സായിപ്പിന് ക്യാൻസർ കൂടണ്ടെന്ന് ചോദിക്കും. പക്ഷേ ഒരു മറുവശം ഉണ്ടായിരുന്നു. അതായത് സായിപ്പ് സാലഡും പഴങ്ങളും പച്ചക്കറികളും കഴിക്കാതെ നമ്മൾ ഉപയോഗിക്കുന്ന പല പുതിയ സാധനങ്ങൾ മാത്രമായിട്ട് ജീവിക്കാറില്ല. പക്ഷെ നമുക്ക് സാലഡില്ല, നമ്മൾ പഴങ്ങളും പച്ചക്കറികളും അതിനു വേണ്ടി കഴിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഇപ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും പ്രശ്നക്കാർ തന്നെയാണ്. ഞങ്ങൾ അതിന് കൊടുക്കുന്നൊരു തലക്കെട്ടുണ്ട്. ആ തലക്കെട്ട് ഫാസ്റ്റ് ഫുഡ് കിൽസ് ഫാസ്റ്റ് എന്നാണ്. നമ്മുടെ ആ സംസ്കാരം നമുക്ക് ഉച്ചയ്ക്ക് വേണേ വിശേഷിപ്പിക്കാം. നമ്മുടെ വർക്കിംഗ് ലഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ, അവിടെ പിസയും ബർഗറും അതുപോലത്തെ സാധനങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ആവശ്യം. ഞങ്ങളും പറയാറുണ്ട്, ഞങ്ങളുടെ കൊച്ചു കുട്ടികൾ ചികിത്സ കഴിഞ്ഞ് എന്തെങ്കിലും കഴിച്ചു തുടങ്ങാമെന്ന് പറയുമ്പോൾ അതിന് ആദ്യമേ പറയും, എനിക്കൊരു ബർഗർ കഴിക്കണം, എനിക്കൊരു പിസ്സ കഴിക്കണം. അവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ ഒരു നേരം ബർഗർ കഴിച്ചു അല്ലെ ഒരു പിസ്സ കഴിച്ചുകൊണ്ട് ക്യാൻസർ വരുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരും നമ്മൾ കഴിക്കേണ്ട പഴങ്ങളും പച്ചക്കറികളും മലകളും ഒക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളുടെ വലിയ ലിസ്റ്റുകൾ തന്നെ വരും.